ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത 4 മാമ്പഴം എടുക്കുന്നുണ്ട്. ഒന്ന് കഴുകി തോലൊക്കെ ചെത്തി വൃത്തിയാക്കി ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാമേ. ഇനി പുട്ടിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങാപ്പീര കൂടി എടുത്ത് വെക്കാം. ഈ പുട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പൊടിയിലാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഗോതമ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാമേ. ഈ പുട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ കുഴച്ചെടുക്കുന്നത്, ഈ മാമ്പഴം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഈ പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2-3 സ്പൂണ് മാമ്പഴം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാമേ. ആദ്യം ഞാൻ ചേർത്തപ്പോഴത്തേക്കും 1 സ്പൂൺ കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പേടിക്കണ്ട, 1 സ്പൂൺ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ പൾസ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരും കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 ബാച്ചായിട്ട് ഞാൻ നമ്മളെടുത്ത പൊടി മൊത്തം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടേ. ഈ പുട്ട് നമുക്ക് മാമ്പഴം ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കാൻ ബെസ്റ്റ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. നമുക്ക് ഇത്ര മാമ്പഴം അധികവും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സാധാരണ പോലെ തന്നെ നമ്മൾ ചില്ല് വെച്ചിട്ട് അതിലേക്ക് തേങ്ങയും ഈ പുട്ടുപൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാമേ. നല്ല അടിപൊളിയാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. മാമ്പഴം കൂട്ടി തന്നെയാണ് കേട്ടോ ഇത് കഴിക്കണം, അല്ലാതെ കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നുമില്ല. മാമ്പഴം കൂട്ടി തന്നെ കഴിക്കണം, അടിപൊളിയാണ്. ഇപ്പോൾ മാമ്പഴ സീസണാണ്, അതുകൊണ്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.